നടനും തമിഴ്നാട് മുഖ്യമന്ത്രിയുമായ വിജയും ഭാര്യ സംഗീതയും വേർപിരിയുന്നുവോ ഇല്ലയോ എന്ന ചോദ്യം ശക്തമായി നിലനിൽക്കുകയാണ്. വിജയിയുടെ അമ്മ മുൻകൈയെടുത്ത് ഇരുവരുടെയും വിവാഹമോചനം എന്ന തീരുമാനത്തിൽ നിന്ന് പിന്മാറിയെന്നും പഴയ വീട്ടിൽ സംഗീതയും വിജയും ഒന്നിച്ചാണ് ജീവിക്കുന്നത് എന്നും വാർത്തകൾ വന്നിരുന്നു. ഇനിയും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ദേശീയ മാധ്യമങ്ങളടക്കം ഇപ്പോഴും ആഘോഷിക്കുകയാണ്. അതിനെ കൂടുതൽ ശരിവയ്ക്കുന്ന വിധമാണ് പുതിയ അപ്ഡേഷൻ. ഇന്ന് ജൂൺ 15-നാണ് ചെങ്കൽപ്പേട്ട് കുടുംബക്കോടതി വിജയ് സംഗീത വിവാഹമോചന കേസിലെ ഹിയറിംഗ് വച്ചിരുന്നത്. എന്നാൽ കേസിൻ്റെ ഹിയറിംഗ് വീണ്ടും നീട്ടിവച്ചിരിക്കുകയാണ്. നേരത്തെ ഏപ്രിൽ 22-ന് ആയിരുന്നു കേസിൻ്റെ ആദ്യ വാദം കേൾക്കുന്നതിനുള്ള ഡേറ്റ് നൽകിയത്. ഇലക്ഷൻ്റെ പശ്ചാത്തലത്തിൽ അന്ന് ഇരുവരും ഹാജരായില്ല. സെലിബ്രിറ്റി സ്റ്റാറ്റസ് മാനിച്ച് അടുത്ത ഹിയറിംഗിൽ രണ്ടുപേർക്കും വീഡിയോ കോൺഫറൻസിൽ ഹാജരാകാൻ അനുവദിക്കണം എന്ന് ഇരുവരുടെയും അഭിഭാഷകൻ പെറ്റീഷൻ സമർപ്പിച്ചു. പെറ്റീഷൻ സ്വീകരിച്ച കോടതി ഇന്ന് ജൂൺ 15-ലേക്ക് ഹിയറിംഗ് മാറ്റിവയ്ക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് കേസ് പരിഗണനയിൽ എടുത്തപ്പോഴാണ് വീഡിയോ കോൺഫറൻസിനായുള്ള മെയിൽ ID പോലും പെറ്റീഷനിൽ ഉണ്ടായിരുന്നില്ല. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പെറ്റീഷൻ തള്ളുകയും അടുത്ത വാദം ആഗസ്റ്റ് 7-ലേക്ക് നീട്ടിവയ്ക്കുകയും ചെയ്തു. പിരിയാൻ ഇരുവർക്കും താൽപ്പര്യമില്ലാത്തതിനാലാവാം ഇതൊക്കെ സംഭവിച്ചത് എന്നാണ് ആരാധകരുടെ അനുമാനം. കഴിഞ്ഞ ഡിസംബറിലാണ് സംഗീത സ്വർണ്ണലിംഗം വിവാഹമോചനം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത്. ഭർത്താവിന് പ്രമുഖ നടിയുമായി അവിഹിത ബന്ധമുണ്ടെന്നും അത് തനിക്കും മക്കൾക്കും മാനസികമായ പ്രയാസങ്ങളുണ്ടാക്കുന്നുവെന്നും പറഞ്ഞുകൊണ്ടാണ് ഹർജി സമർപ്പിച്ചത്. ചെന്നൈയിലെ വീട്ടിൽ നിന്ന് തന്നെ നിർബന്ധപൂർവ്വം ഇറക്കിവിട്ടുവെന്നും ആരോപിക്കുന്നുണ്ട്. വിവാഹ ഹർജി വന്നതിന് പിന്നാലെ തൃഷയും വിജയും തമ്മിലുള്ള ബന്ധം വലിയ വിവാദമാവുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ തൃഷയ്ക്കൊപ്പം ട്വിന്നിംഗ് വസ്ത്രം ധരിച്ച് വിജയ് വിവാഹത്തിന് പങ്കെടുത്തതും തൃഷയുടെ ജന്മദിനവും ഇലക്ഷൻ റിസൾട്ടും ഒന്നിച്ച് ആഘോഷിച്ചതും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഭാര്യയ്ക്കും മക്കൾക്കും പകരം തൃഷയ്ക്ക് മുൻനിരയിലും ഇരിപ്പിടം നൽകിയതും അജിത്തിൻ്റെ അമ്മ മരണപ്പെട്ടപ്പോൾ തൃഷയ്ക്കൊപ്പം വിജയ് വന്നതുൾപ്പെടെ എല്ലാം വിവാദമായി. ഇതിനിടയിലാണ് സംഗീതയുമായി വേർപിരിയുന്നില്ല എന്ന വാർത്തകളും പുറത്തു വന്നിരുന്നത്.